ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കലോത്സവത്തിൽ മിമിക്രിയിൽ 1, 2, 3 സ്ഥാനം കിട്ടിയ കലാകാരന്മാരുടെ പ്രകടനമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിൽ 3ാം സ്ഥാനം കിട്ടിയ കലാകാരന്റെ പ്രകടനത്തിലേക്ക് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കുറച്ച് പ്രകൃതിയിലെ ശബ്ദങ്ങളാണ്. ആദ്യമായി കിളികളുടെ ശബ്ദം. പ്രകൃതിയുടെ വരദാനമായ കടൽ. ഒരു പ്ലൈവുഡ് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ഇനി 2ാം സ്ഥാനം കിട്ടിയ കലാകാരന്റെ പ്രകടനത്തിലേക്ക് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ്. ആദ്യമായി ശ്രീ അജു വർഗീസ്. ഇനി പൊന്നു മാമിച്ചനോട് ഞാനൊരു 100-110 കൂടെ പറഞ്ഞു, ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന്. അതെ, ഇത് ഞാൻ കോഴിക്കോട് കാശ ഇതിന്റെ ഞാനൊരു 10 പൈസ തരൂല മോനെ. റെഡി ഫുൾ അല്ല മണി. സഫാരി ചാനലിലെ സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ വോയിസ് ഓവർ. ലോക സഞ്ചാരം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന വഴി മെസ്സപ്പൊട്ടുമ്പോൾ തലസ്ഥാനമായ ഉസ്ബെക്കിസ്ഥാനിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി രസികനായിരുന്നു. യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് തമാശകൾ പറഞ്ഞ് എന്നെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രെഡി ഇംഗ്ലീഷിൽ എന്റെ തലയ്ക്ക് വെക്കുകയെന്ന് എനിക്ക് മനസ്സിലായത്. സഞ്ചാരത്തിന്റെ ഇന്നൊക്കെ പിടി പൂർണ്ണമാകുന്നു. മക്കൾ செல்வம் ശ്രീ விஜய் சேதுபதி. என்னோட கணக்கு எல்லாம் சுது ஒருத்தனை கொல்லான கூப்பிட்டு அவனை உட்கார வச்சவனுக்கு டீ கொடுத்து, ஐயா சாமி உன்னை கொல்ல போறேன்னு கேட்கிற ஒரே ஆள் நீ தானே. அதுக்கு பதிலாக நீ எல்லாம் பெரிய உன்னை கொடுத்துக்கே 4 கிழமை பார்த்து காட்டுன்னு சொல்லும். உனக்கு நான் இந்த விஷயம் தங்கி தரேன், பிடிச்சா நான் கொண்டுட்டு உனக்கு அது காப்பாத்து. അടുത്തായി ശ്രീ സഞ്ജു സാംസൺ. ഇളയുടെ സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവുന്ന ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ സാധാ മാച്ച് കളിക്കുന്നില്ല. അത്രയും നാളെ കണ്ടൊരു സ്വപ്നം റീലാവുന്നത്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. സച്ചിൻ പണിയും വിരാട് പാനിയൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് സന്തോഷം. താങ്ക് യു. അടുത്തായി ജയ പാൽത്തു ജാനർ തുടങ്ങിയ സിനിമകളിലൂടെ സുപരിചിതനായിട്ടുള്ള ശ്രീ ബേസിൽ ജോസഫ്. നീ എവിടെയെങ്കിലും ഭർത്താവ് ഭാര്യ ഡൈവോഴ്സ് ചെയ്തിട്ട് ഭർത്താവ് സ്വന്തമായിട്ട് ജീവിക്കണമെന്നുണ്ടോ? ഭാര്യ എന്താണെന്നറിയോ? പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റില്ല. നമുക്ക് അവരില്ല പറ്റില്ല. നീ എന്നെ ചവിട്ടി വിട്ടെന്ന് വിചാരിച്ച് നീ വലിയ ആളാന്ന് വിചാരിച്ച നിനക്ക് എന്നെ അടിക്കണം. എന്നെ അടി, നീ ഇവിടെ ഉരുളുവേ. அடுத்தாയി ശ്രീ இளைய தளபதி டாக்டர் விஜய். என் நெஞ்சில் குடியிருக்கும் என் அன்பான ரசிகர்களுக்கும் என்னுடைய நண்பர்களுக்கும் என்னுடைய வணங்குங்க. உன்னை கண்ணு செல்ல குடிய என் கதல் கிட்ட செது വെച്ച കള്ളബിടിയ. കോമഡി ഉത്സവം, കോമഡി സ്റ്റാർസ് തുടങ്ങിയ നിരവധി റിയാലിറ്റി ഷോയിലൂടെ ജഡ്ജായിട്ടുള്ള ശ്രീ ടിനി ടോം. കൊച്ചുകൾ സംഭവം അനുകരിക്കുന്ന വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ പ്രശ്നങ്ങൾ കൊടുത്തിട്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് യഥാർത്ഥ കലാകാരൻ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേടുന്നു. നിങ്ങൾ ഞാൻ തരുന്നു 37 മാർക്ക്. അടുത്തായി ശ്രീ ജോർജ് ജോർജ്. അദ്ദേഹത്തിന്റെ പൊറിഞ്ചി മറിയൻ ജോസ് എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. ആലപ്പുഴ പറയുന്ന മോള് തന്നിട്ടാ എടുത്തിട്ട് എടുത്തിട്ട് എന്നെ പോകാനാണ് പറഞ്ഞണ്ട. ഓരോ പെരുന്നാളിനും കളിക്കും. അടുത്ത പെരുന്നാളിനോടെ കൈ പിടിച്ച് പള്ളിപ്പുറം മുടങ്ങി നടക്കുന്നത്. എല്ലാം വെറുതെയാ. എവളെന്നെ പറയില്ല, എവിടെ ഞാൻ വരില്ല. അവൻ പോലടാ എന്തിനാ ചവിട്ടിയെ, അവൻ പോലടാ പിന്നെ എന്തിനാ ചവിട്ടിയെ. കൊല്ലരുതെന്നോ എന്റെ ചങ്കാടാ വെച്ചിട്ട് എന്ത് കൊല്ലരുതെന്നോ. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മളെല്ലാം റേഡിയോ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ആകാശവാണിയുടെ കോഴിക്കോട് തൃശ്ശൂർ 2 സ്റ്റേഷൻ. കോഴിക്കോട് സ്റ്റേഷനിലെ വിഷയം എന്ന് പറയുന്നത് പെൺകുട്ടികളും അവരുടെ സൗന്ദര്യ സംരക്ഷണവും. തൃശ്ശൂർ നിലയത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഇനം നായ്ക്കളെ ഇങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ വളർത്താം എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ 2 പരിപാടി നടക്കുകയാണ്. അപ്പൊ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി സ്റ്റേഷൻ മാറ്റുമ്പോൾ ഈ 2 സ്റ്റേഷനും മാറി വന്നാൽ എങ്ങനെയാണെന്ന് കേൾക്കാമെന്ന് ശ്രദ്ധിക്കാം. ആകാശവാണി കോഴിക്കോട് ഇപ്പോൾ പെൺകുട്ടികളും സൗന്ദര്യ സംരക്ഷണവും ഈ വിഷയത്തെ കുറിച്ചൊരു പ്രഭാഷണം കേൾക്കാം. ആകാശവാണി തൃശൂർ ഇപ്പോൾ നല്ല നായ്ക്കളെ എങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ വളർത്താം എന്നതിനെ കുറിച്ച് ഡോക്ടർ മാധവൻ നൽകുന്ന പഠന റിപ്പോർട്ടിന്റെ അവതരണമാണ്. മുടി ബോബ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളെ പൊമേറിയൻ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തി വരാറുള്ളത്. നഖം നീട്ടി വളർത്തുന്ന പെൺകുട്ടികൾ കടിക്കുവാനും മാറുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിരിഞ്ഞ ശരീരപ്രകൃതമുള്ള പെൺകുട്ടികളാണെങ്കിൽ പാലിൽ ബിസ്ക്കറ്റ് പിടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. തടിച്ച ശരീരപ്രകൃതിയുള്ള പെൺകുട്ടികളാണെങ്കിൽ ചങ്ങലക്കിട്ട് വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സ്ഥിരമായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന പെൺകുട്ടികൾക്ക് പേളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സദാസമയവും വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പെൺകുട്ടികളെ ചെത്തലപ്പട്ടികൾ അഥവാ കൊടിച്ചിപ്പട്ടികൾ എന്ന വിഭാഗത്തിലാണ് സാധാരണപ്പെടുത്തി വരാറുള്ളത്. അച്ഛനും അമ്മയും അറിയാതെ ടൗണുകളിൽ കാമുകന്മാർക്കൊപ്പം ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന പെൺകുട്ടികൾക്ക് ആദ്യ പ്രസവത്തിൽ തന്നെ 4 മുതൽ 5 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കേട്ടത് പെൺകുട്ടികൾ എങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ വളർത്താമെന്നൊരു പരിപാടിയാണ്.
അടുത്തായിട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ യൂട്യൂബറും റേഡിയോ ആർജയും ഒക്കെ ആയിട്ടുള്ള ശ്രീ ജോസഫ് അന്നക്കുട്ടി ജോസ്. രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ സമാധാനത്തെ സ്വാധീനിക്കുന്ന പറയും. കാറ്റഗറി നമ്പർ 1, നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കുറ്റം മാത്രം പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്, നമ്മളെ നന്നായി അക്സെപ്റ്റ് ചെയ്യുന്നത്. പൈനാപ്പിളിൽ പറഞ്ഞൊരു വാദമുണ്ട്, ചില വാതിലുകൾ അടച്ചിരുന്നാലും നല്ലത്. അത് ദേഷ്യം കൊണ്ടല്ല, പ്രതികാരം കൊണ്ടല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെട്ടോ വിളിച്ചോ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മനുഷ്യന് നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ തുറന്നു നോക്കിയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന മനുഷ്യന് നേരെയാണ്. പീസ് ഓഫ് മൈൻഡ് എവിടെയാണ്? അവിടെ മാത്രമാണ്. അടുത്തായിട്ട് ഈ വേദിയിലേക്ക് വരുന്നു മിമിക്രിയിൽ 1ാം സ്ഥാനം കിട്ടിയ കലാകാരനാണ്, ബീറ്റ് ബോക്സിംഗ് ആണ്. അദ്ദേഹം ചെയ്യുന്ന ബീറ്റ് ബോക്സിംഗ് ആണ്. നമുക്ക് കേൾക്കാം. ആദ്യമായി അല്ലു അർജുന്റെ ആര്യ 2 എന്ന മൂവിയിലെ BGM. വ്യത്യസ്തമായ 3 ഇൻസ്ട്രുമെന്റുകൾ ഒരേ സമയം. 1, 2, 3. ഇനി 3 ഇൻസ്ട്രുമെന്റുകളും ഒരേ സമയത്ത് നമുക്കൊന്ന് കേൾക്കാം. ഒരു കല്യാണത്തിന്റെ കൊട്ടിമേളവും നാദസ്വരവും, തകിലും നാദസ്വരവും ഒരേ സമയം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.